നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഒരു കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റിൻ്റെ സൈറ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കാണിക്കാനുമാണ് വന്നിരിക്കുന്നത്. ഈ സൈറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലൈൻറ്റ് വിദേശത്തായിരുന്നു. അദ്ദേഹം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ അദ്ദേഹം ഇതിൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ മെയിൽ വഴിയൊക്കെ അയച്ചു തന്നു. അതെല്ലാം ഞങ്ങൾ നോക്കി. അതിനുശേഷം ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഇതിൻ്റെ കൊട്ടേഷൻ കൊടുത്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറിച്ചെല്ലാം. ഇവിടെ ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് ലിവിങ് ഡൈനിങ് പാർട്ടീഷൻ, അതുപോലെ തന്നെ TV യൂണിറ്റ്, ഇതെല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷൻ പ്രൊഫൈലിൽ HPL ലാമിനേറ്റഡ് ഷീറ്റും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഹാർഡ്വെയറും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത്. ഭിത്തിയെല്ലാം വളരെ മനോഹരമായിട്ട് WPC പാനലിംഗ് ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡിസൈൻ വർക്കും കാര്യങ്ങളും എല്ലാം തന്നെ ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സ്റ്റോറേജ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിസീവർ വയ്ക്കാനും റിമോട്ട് വയ്ക്കാനും ഉള്ള ഏരിയ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് ചേർന്ന് തന്നെ നമ്മൾ ലിവിങ് ഡൈനിങ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതും വളരെ മനോഹരമായ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അലൂമിനിയം പ്രൊഫൈലും അതുപോലെ തന്നെ HPL ലാമിനേറ്റഡ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴെ ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ടാണ് നമ്മൾ പാർട്ടീഷൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിന് മനോഹരമായിട്ട് ഞങ്ങൾ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിത്തി മനോഹരമായ രീതിയിൽ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയോട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് അവിടെ ചെയ്ത വർക്കാണ് ഒരു പ്രയർ യൂണിറ്റാണ് ചെയ്തത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് WPC പാനലിംഗ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ബോക്സും ചെയ്തു. പിന്നെ കുറച്ച് വാൾ ഹാങ്ങിങ് സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതിലും നമ്മൾ അലുമിനിയം ഫ്രെയിമും അതുപോലെ തന്നെ HPL ലാമിനേറ്റഡ് ഷീറ്റുമാണ് ഈ ഒരു വർക്ക് ചെയ്യാനും ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങളൊരു ക്രോക്കറി യൂണിറ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രോക്കറി യൂണിറ്റാണ്. ഇതൊരു ഓപ്പൺ ടൈപ്പ് ക്രോക്കറി യൂണിറ്റാണ് കേട്ടോ. ഇതിൽ താഴെ മാത്രമാണ് ചെറിയൊരു ഏരിയ സ്റ്റോറേജ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓപ്പണബിളാണ്. ഇതൊരു വുഡൻ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം പ്രൊഫൈൽസും HPL ലാമിനേറ്റഡ് ഷീറ്റുമാണ് ഈ ഒരു വർക്ക് ചെയ്യാനും ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ. പിന്നെ ഞങ്ങൾ ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഓപ്പൺ കിച്ചനാണ് കേട്ടോ. മനോഹരമായ ഒരു ഓപ്പൺ കിച്ചൻ്റെ ഡിസൈനാണ് ഞങ്ങൾക്ക് ക്ലയൻറ്റ് തന്നത്. ഇതെല്ലാം ഒരു എംപ്റ്റി സ്പേസ് ആയിരുന്നു ക്ലയൻറ്റ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ. വേറെ കോൺക്രീറ്റ് സ്ലാബോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വാട്ടർ കണക്ഷനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പോയിന്റ് മാത്രമാണ് ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ് ചെയ്യാൻ സമയത്ത് നമുക്ക് ഇവിടെ കിട്ടിയത്. വളരെ ഭംഗിയാർന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ഞങ്ങൾ പൂർത്തീകരിച്ചത്. മനോഹരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയെല്ലാം WPC പാനലിംഗ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് സ്റ്റോറേജ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് ക്യാബിനറ്റുള്ള ഒരു കിച്ചനാണിത്. നമ്മൾ ഈ സ്റ്റോറേജിൻ്റെ ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്സസറീസ്, കട്ട്ലറി യൂണിറ്റ്, അതുപോലെ തന്നെ പ്ലെയിൻ ബാസ്ക്കറ്റ്, പ്ലേറ്റ് ബാസ്ക്കറ്റ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാവിധ ആക്സസറീസും ഞങ്ങൾ ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അലൂമിനിയം പ്രൊഫൈൽസും HPL ലാമിനേറ്റഡ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു ക്ലയൻറ്റ് നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ തൊട്ട് ചേർന്നായിട്ട് ഒരു വർക്കിംഗ് കിച്ചനാണ്. ഇവിടെയും അത്യാവശ്യം ഏരിയ ഉള്ള ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും വളരെ ഭംഗിയാർന്ന രീതിയിൽ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് GTPT എല്ലാം തന്നെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് കിച്ചണും നമ്മൾ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഗ്രേ കളറാണ്. പിന്നെ ടാൻഡം ഡ്രോയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടാൻഡം ഡ്രോയേഴ്സ് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കുറച്ച് അധികം തന്നെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ടാൻഡം ഡ്രോയേഴ്സാണ്
കൂടുതലും കിച്ചണിൽ യൂസ്ഫുൾ ആവുന്നത് കേട്ടോ. കാരണം എന്ത് പാത്രങ്ങളോ അതുപോലെ തന്നെ എന്ത് സാധനങ്ങളോ ടാൻഡൻ ഡ്രോയേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതൊരു ബോട്ടിൽ പുൾ ഔട്ടാണ്. അത്രയൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു കിച്ചണിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു വാഷ് കൗണ്ടറാണ്. മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. ഇതും കസ്റ്റമർ തന്ന ഒരു ഡിസൈനിലാണ് ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത്. താഴെ ഫ്ലോറിൽ നിന്ന് വിട്ട് ഏകദേശം ഒരു 25 സെൻറ്റിമീറ്റർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ഞങ്ങൾ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനും ലൈറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ്. പിന്നെ വാളിൽ WPC പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു LED ലൈറ്റിങ്ങോട് കൂടിയ ഒരു മിററും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസും ഈ ഒരു ക്യാബിനറ്റിൻ്റെ താഴെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത് വാർഡ്രോബാണ്. വാർഡ്രോബ് എല്ലാ മുറിയിലും ഞങ്ങൾ ഒറ്റ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വാർഡ്രോബിൻ്റെ അധികം കാഴ്ചകൾ ഞാൻ കാണിക്കുന്നില്ല. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ വർക്കുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.